നിലവിൽ അവർ ഇന്നലെ അവിടെ വനഭൂശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ടെൻറ്റ് ചെയ്ത് ഒരു 7 മണി സമയമായപ്പോൾ കാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബോഡിയിൽ അതിൻ്റെ സിംറ്റം യഥാർത്ഥത്തിലുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി അത് സ്ഥിരീകരണം എന്തായാലും ആന തന്നെയാണ്. ആന വന്നാൽ മാത്രമാണ് ഈ ടെൻറ്റൊക്കെ നശിപ്പിച്ചിട്ട് ആളെ ആക്രമിക്കുകയുള്ളൂ. വ്യക്തികൾ തമ്മിലുള്ള തർക്കം ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ടെൻറ്റൊന്നും നശിപ്പിക്കില്ല. അരിയൊക്കെ വാരി വിതറിയ രീതിയിലും ടെൻറ്റ് നശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മരിച്ചുപോയ സതീഷ്, സുഹൃത്തായിട്ടുള്ള സതീഷിൻ്റെ പുറത്ത് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ആന ചവിട്ടി പോലുള്ള ഒരു സിംറ്റം ഉണ്ട്. അത്തരം രീതിയിലുള്ള ഇതിനകത്ത് വേറെ ഒന്നും സംശയിക്കേണ്ടതില്ല. ആനയുടെ ആക്രമണം തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആനനെ പേടിച്ചിട്ടാണ് കൂടിൻ്റെ സ്ത്രീകൾ ഓടിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അംബിക പുഴയിലേക്ക് ചാടിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ആൾക്ക് തല ഇടിച്ച് മരണം സംഭവിച്ചിട്ടുണ്ടാവാം. എത്ര പേരുണ്ടായിരുന്നു? അവർ 2 കുടുംബം 4 പേരായിരുന്നു. അതിൽ രവിയും അതോടൊപ്പം തന്നെ രമയും രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കി അംബിക വെള്ളത്തിലേക്ക് ചാടിയതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. സതീഷിനാണ് ആന ആക്രമിച്ചിട്ടുള്ളത്. രവിയുടെ പരിക്ക് കൈ ഒരുപക്ഷെ സ്ക്രാച്ച് ഉണ്ടാവുന്ന ഡോക്ടർ സംഘം പരിശോധിക്കുന്നുണ്ട്. കാലിനും കൈക്കും പരിക്കുണ്ട് രവിയുടെ. ഇത് എന്തെങ്കിലും വീഴ്ച വനംവകുപ്പിന് എന്തെങ്കിലും സംഭവിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഇത് വനംവകുപ്പ് ഇപ്പോൾ കാടിനകത്ത് പോയി അവിടെ തേനെടുക്കാൻ പോയിട്ട് ഉള്ള ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ്. അത് വനംവകുപ്പിൻ്റെ വീഴ്ചയെന്ന് നമുക്കിപ്പോൾ ഇങ്ങനെ പറയാൻ സാധ്യമാവില്ല. പക്ഷേ ഇന്നലെ ഉണ്ടായിട്ടുള്ള മരണം വനംവകുപ്പിൻ്റെ കൃത്യമായ വീഴ്ചയാണ്. ഇന്നലെ നമ്മുടെ അടിച്ചത്തൊട്ടി ഊരിനകത്ത് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആളെ ആന ആക്രമിച്ച് വൈകിട്ട് കൊന്നിട്ടുള്ളത്. അവിടെ ഫെൻസിങ് ഇടണം നിരന്തരമായിട്ടുള്ള വനംവകുപ്പിനോടുള്ള അവിടെ മലയാറ്റൂർ ഡിവിഷൻ്റെ കീഴിലാണ് അത് വരുന്നത്. നിരന്തരം ആവശ്യമാണ്. അവിടെ അത് ഫെൻസിങ് കുറച്ച് ദൂരം ഇട്ടിട്ടുള്ളൂ. ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിലാണ് അവരുടെ സെറ്റിൽമെൻ്റ് ഉള്ളത്. അവിടെ ആ വീഴ്ച അത് നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസത്തെ പല യോഗങ്ങൾക്കകത്തും ഈ ഒരു ആവശ്യമുണ്ട്. അവർക്ക് ട്രെഞ്ചാണ് അവരുടെ ആവശ്യമെന്ന് അവർ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു മതിയായ സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വനംവകുപ്പിൻ്റെ വീഴ്ച തന്നെയാണ്.